വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ എന്താ? ലോകത്തെ ഏറ്റവും അറിയപ്പെട്ട വിദ്യാഭ്യാസ വിദഗ്ധൻ ഡോക്ടർ ബട്ട്ലർ പറഞ്ഞു, എഡ്യൂക്കേഷൻ ഇറ്റ് ഈസ് എ ഗ്രേറ്റ് പ്രോസസ് ബൈ വിച്ച് എ ലിറ്റിൽ സാവേജ് ടേൺസ് ഇൻടു എ ഫൈൻ ആൻഡ് ഫസ്റ്റ് ക്ലാസ് ജെന്റിൽമാൻ. ഒരു മാന്യതയില്ലാത്ത ഒരു മൃഗീയനായ മനുഷ്യനെ ഏറ്റവും നല്ല മാന്യനാക്കുന്ന പ്രതിഭാസമാണ് വിദ്യാഭ്യാസം. അതാണോ ഇന്ന് സ്കൂളിൽ? ഈ കഴിഞ്ഞ SSLC പരീക്ഷ കഴിഞ്ഞിറങ്ങുമ്പോ എല്ലാ രക്ഷിതാക്കളും സ്കൂളിൽ പോയില്ലേ കുട്ടികളെ കൂട്ടിക്കൊണ്ടുവരാൻ? എന്താ നമ്മുടെ വിദ്യാഭ്യാസത്തിന് മെച്ചം? ഗവൺമെന്റ് സ്കൂളിൽ ഈ പ്രാവശ്യം SSLC പരീക്ഷ കഴിഞ്ഞ് ലാസ്റ്റ് പരീക്ഷ കഴിഞ്ഞ് എല്ലാ രക്ഷിതാക്കളും 10ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികളെ കൊണ്ടുവരാൻ സ്കൂൾക്ക് പോയിട്ടുണ്ട്. കാരണം എന്താ? സ്കൂള് പൂട്ടണമെന്ന് കുട്ടികളെ കച്ചറുണ്ടാക്കും, അടിപിടി ഉണ്ടാക്കും, ചിലപ്പോൾ കൊലപാതകം വരെ നടന്നേക്കാം. പിന്നെ എന്തിനാ 10 കൊല്ലം കുട്ടികളെ പഠിപ്പിച്ച്? നഴ്സറിക്കും അംഗനവാടിക്കും കുട്ടികളെ കൊണ്ടുവരാൻ വേണ്ടി രക്ഷിതാക്കൾ പോകുമെങ്കിൽ 10 കൊല്ലം പഠിപ്പിച്ച് SSLC പരീക്ഷ കഴിഞ്ഞിട്ട് ഈ കുട്ടികളെ കൊണ്ടുവരാൻ രക്ഷിതാക്കളും പിന്നെ പോലീസും, എല്ലാ ഹൈസ്കൂളും പോലീസ് കാവലായിരുന്നു. കാരണം കുട്ടികളെ 10ാം ക്ലാസ് കഴിഞ്ഞ് ആഘോഷിച്ച് അടിച്ചു പിരിഞ്ഞോ? എവിടുന്നായി കുട്ടിക്ക് ബോധം കിട്ടിയത്? സഹോദരനെ ബഹുമാനിക്കണം, സ്നേഹിതനെ സ്നേഹിക്കണം, മാന്യത വേണം, പെരുമാറ്റത്തിന് സ്നേഹം. ഇതൊക്കെ കുട്ടികളുടെ മനസ്സിൽ എവിടെ പോയി? കോമ്പസ് കൊണ്ട് കുട്ടിയുടെ പുറത്ത് വരഞ്ഞിട്ട് അറുത്തിട്ട പോത്തിന്റെ പശുവിന്റെ തൊലി മുറിക്കുമ്പോ ഇങ്ങനെ നടുവില് വരഞ്ഞിട്ട് രണ്ട് പാളിക്ക് പൊളിക്കൂല. ഇതേപോലെ സഹപാഠിന്റെ പുറം മൂർച്ചയുള്ള കോമ്പസ് കൊണ്ട് കുത്തി വരഞ്ഞിട്ട് 2 പൊളിയാക്കി പൊളിച്ചിട്ട് എരിയുന്ന ലോഷൻ അതിലേക്ക് ഒഴിച്ച് അവൻ ആർത്ത് കരയുമ്പോ പൊട്ടിച്ചിരിക്കുന്ന കുട്ടികൾ നമ്മുടെ കേരളത്തിൽ 3 മാസം മുമ്പ് നടന്ന റാഗിംഗ്. എറണാകുളത്ത് ഫ്ളാറ്റിൽ 26ാം നിലയിൽ നിന്ന് ചാടി ഒരു മുസ്ലിം കുട്ടി ആത്മഹത്യ ചെയ്തു. എന്താ കാരണം? 9ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. സഹപാഠികൾ 9ാം ക്ലാസ്സിൽ എത്തിയിട്ടുള്ളൂ. ക്ലോസറ്റിലേക്ക് അവന്റെ തരങ്ങ് പൂഴ്ത്തി എന്ന് ഫ്ലഷ് അടിച്ചു. മലമുള്ള വിസർജനമുള്ള ക്ലോസറ്റിലേക്ക് സഹപാഠികൾ അവന്റെ തലങ്ങെട്ട് താഴ്ത്തിയിട്ട് ഫ്ലഷ് അടിച്ചു. വിസർജനങ്ങൾ ഫുൾ അവന്റെ മലം മൂലക്കും തൊള്ളേക്കും വന്നപ്പോൾ സഹിക്കാൻ പറ്റിയില്ല. വീട്ടിൽ പോയിട്ട് വേഗം ചാടി ആത്മഹത്യ ചെയ്തു. നമ്മുടെ കേരളത്തിൽ 4 മാസം മുമ്പ് നടന്നതാ. ഞാൻ പറഞ്ഞത് ഇതാണോ വിദ്യാഭ്യാസം? റാഗിങ്ങും അടിപിടി മനുഷ്യനെ ചെറുപ്പത്തിൽ തന്നെ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ ഇവിടെ നല്ല 12 വയസ്സായ കുട്ടിയുടെ വീഡിയോ റെക്കോർഡ് ചെയ്തത് 14 വയസ്സായ 2 കുട്ടികൾ അതേ പ്രായത്തിലുള്ള മറ്റൊരു കുട്ടിയുമായി വൃത്തികെട്ട ലൈംഗിക വേച്ച് ഏർപ്പെടുന്നത് ഈ കഴിഞ്ഞ 2 ആഴ്ച ആയിട്ടുള്ളൂ. 12 വയസ്സായ കുട്ടി വീഡിയോ എടുത്തു. ആലോചിച്ച് നോക്കണം, ഈ എവിടുന്നായി കുട്ടികൾക്ക് ഇത് കിട്ടിയത്? നമ്മുടെ മക്കളുടെ ഈ ഡിവൈസിൽ അടിമപ്പെട്ടു പോയി, ബുദ്ധി പോലും കുറഞ്ഞു. കുട്ടികൾ ചോദിക്കും 13, 28, 18 കൂട്ടലത്ര. കുട്ടികൾക്ക് പോയിട്ട് പ്രായ ആൾക്കാർക്ക് പോലും കഴിയുന്നില്ല. പണ്ടൊരു കടയിൽ പോയി സാധനം വാങ്ങിക്കുകയാണെങ്കിൽ ചായപ്പൊടി, പഞ്ചസാര, കടുക്, ചെറുപയര്, പയര്, കടല, ഉള്ളി, തക്കാളി എല്ലാം വാങ്ങിയാൽ ഒരു പെണ്ണെടുത്തിട്ട് പേപ്പറിൽ ഇങ്ങനെ കൂട്ടും. ഇവിടെ എത്ര ക്യൂ ഉണ്ടെങ്കിലും ഈ വാങ്ങിയ സാധനങ്ങൾ ഇന്ന് വാങ്ങണ മാതിരി 1 കിലോ 2 കിലോ അല്ല, 500, 250, 350 ഇങ്ങനെ സാധനം വാങ്ങുക. എന്നിട്ട് കറക്റ്റ് കൂട്ടി കൊടുക്കും. ഇന്ന് ആർക്കെങ്കിലും കാൽക്കുലേറ്റർ ഇല്ലാതെ കൂട്ടി കൊടുക്കാൻ പറ്റുമോ? ബുദ്ധി മരവിച്ചു പോയി. കാരണം നമ്മൾ കാൽക്കുലേറ്ററിനെ ആശ്രയിച്ചു, കാൽക്കുലേറ്ററിനെ കൃത്യമായി ആശ്രയിച്ചു. ഞാൻ പറഞ്ഞത് ഇങ്ങനെ നമ്മൾ ഡിവൈസുകൾക്ക് അടിമപ്പെട്ടു പോയപ്പോൾ മൂല്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോയി. ഇതിൽ യാഥാർത്ഥ്യമാണ്.